ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് റവയുണ്ടെങ്കിൽ നമുക്ക് വെട്ട് കേക്കിൻ്റെ രുചിയിൽ ഒരു ഫ്രൈഡ് കേക്ക് ഉണ്ടാക്കാവേ. അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചത് വറുത്ത റവയാണ്. അത് 2 കപ്പ് ഇടാം. 1 കപ്പ് മൈദ ഇടാം. ഇതിലേക്ക് കുറച്ച് കാർഡമം നമുക്ക് ആവശ്യമുണ്ട്. ഫ്ലേവറിന് വേണ്ടി കാർഡമമാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാനത്ത് വാനിലയുടെ എസൻസ് ആണുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഞാൻ കാർഡമം ഒരു 10 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. 4 കോഴിമുട്ടകൾ വേണം. മുട്ട ഉപയോഗിച്ചാണ് നമ്മൾ കുഴയ്ക്കുന്നത്. അതിനകത്ത് വെള്ളമൊന്നും ആഡ് ചെയ്യത്തില്ല. പഞ്ചസാര 1 കപ്പ് എടുത്ത് വയ്ക്കാം. പിന്നെ വേണ്ടിയത് ബേക്കിംഗ് സോഡയാണ്. അത് 1/4 ടീസ്പൂണാണ് വേണ്ടത്. പഞ്ചസാരയിൽ കാർഡമം ഇട്ട് പൊടിച്ച് വയ്ക്കാം. വലിയ ബൗളിലേക്ക് മൈദയും റവയും പഞ്ചസാരയും കാർഡമവും കൂടി ഇട്ട് പൊടിച്ചതും ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൈ കൊണ്ട് ഒന്ന് റഫായിട്ട് കുഴയ്ക്കാം. പിന്നെയുണ്ടല്ലോ, ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ച മിക്സിയിലെ അതിൽ തന്നെ 4 മുട്ടയും നമ്മൾ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ബീറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് നല്ല ഒരു സോഫ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കാം. അതായത് സ്പൂണും കൊണ്ടോ കൈയും കൊണ്ടോ ഇടുമ്പം ആ ഒരു പാകം, അതായത് ഇങ്ങനെ പിച്ചി ഇടത്തില്ലേ, ഈ ഒരു പരുവത്തിൽ മതിയേ. അപ്പോൾ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്വല്പം എടുത്ത് പിച്ചി ഇങ്ങനെ ആ എണ്ണയിലേക്ക് ഇടാം. ആ ഒരു പരുവത്തിൽ കുഴച്ച് വയ്ക്കാം. അത്രയേ ഉള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഇനിയും നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊരു ഡിഫറെൻ്റാണ്. സൺഫ്ലവർ ഓയിലിനൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. പിന്നെ നല്ല രീതിയിൽ എണ്ണ കുടിച്ചിട്ടുണ്ട്. അപ്പം ഒന്നുമില്ല, വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാകുമ്പോൾ ആ ഒരു സമാധാനവും കൂടെ കാണും. ഏതായാലും വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കൈ കൊണ്ട് നുള്ളി കുറേശ്ശെയിട്ട് നമുക്കിത് വറുത്ത് കോരാവുന്നതാണ്. ആദ്യമേ നല്ല ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിതിനെ മാവിനെ പിച്ചിയിടുന്നത്. അതിനുശേഷം മീഡിയത്തിലേക്കിട്ട് ചെറിയ പതുക്കെ നമുക്ക് വറുത്തെടുത്താൽ മതിയേ. കാരണം ഉള്ളു വെന്ത് വരാനായിട്ട് ഇത്തിരി താമസിക്കും. അതിനുശേഷം ഒരു സൈഡ് വെന്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗണിലേക്ക് മാറിക്കഴിയുമ്പോൾ മറിച്ചിട്ട് ആ ഭാഗവും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരി മാറ്റാവുന്നതാണ്. പിന്നെ ഞാനുണ്ടല്ലോ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. ഞാൻ പറഞ്ഞില്ലേ എണ്ണ നന്നായി കുടിച്ചെന്ന്. അപ്പം ആ എണ്ണ കുറച്ചെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് ഇത് വറുത്ത് കോരിയത്. വളരെ എളുപ്പമെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ലൊരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ഉഗ്രനാണ് കേട്ടോ. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ ഈ പേജിനെ പറ്റി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്നാണ് എൻ്റെ പേജിൻ്റെ പേര്. എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുതേ. അത്രയേ ഉള്ളൂ. അടിപൊളി റിസൾട്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇന്ന് അഭിപ്രായം പറയാൻ ഞാനും എൻ്റെ കുക്കിയും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. ഉണ്ടാക്കി നോക്കിയായിട്ട് നമ്മളോട് ഒന്ന് അറിയണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്. അതുകൊണ്ടാണ്. ഏതായാലും എനിക്കും ഇഷ്ടപ്പെട്ടു. സംഭവം കൊള്ളാം കേട്ടോ. നല്ലതായിരുന്നു. കുക്കിക്കും എനിക്കും ഒരുപോലെ ഇഷ്ടമായി. താങ്ക്